ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ട്രാവലിംഗ് വ്ളോഗ് വീഡിയോയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞാൻ ഈ സ്ഥലം പറയാം. ആദ്യമായി നമ്മളിവിടെ വന്നാൽ കാണാൻ കഴിയുന്നത് ഇതേമാതിരി ഒരു മരമാണ്. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞത് മാതിരിയാണ്. അത് ഒറിജിനലാണോ കോൺക്രീറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ധർമ്മശാസ്താവിൻ്റെ ഫോട്ടോയുള്ള ഒരു കാണിക്ക വഞ്ചിയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയുള്ള ഒരു കണ്ണാടി ഈ കൂടും കാണാൻ പറ്റും. അപ്പോൾ ഇതിനടുത്തായി ഒരു ക്ഷേത്രമുണ്ട്. ഇത് ഇരുന്നൂറ്റി മീൻമുട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് എന്നാണ് ആ ബോർഡ് കാണുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശ്രീനാരായണ ഗുരു ഒരു പ്രാവശ്യം ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്ത്, വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആ പാലം കാണുന്നത്. അതുവഴി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട പാലത്തിന് മുകളിൽ നിന്നാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല, ഇവിടെ ഒന്ന് സന്ദർശിച്ച് കളയാമെന്നും പറഞ്ഞ് വന്നു. അപ്പോൾ കണ്ടപ്പോൾ കൊള്ളാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എൻ്റെ മൊബൈൽ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. സദയം എല്ലാവരും ക്ഷമിക്കുക. തീർച്ചയായും ഇതിന് ശേഷം നല്ലൊരു വീഡിയോ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെയേറെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം. ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാട്ടിലുണ്ട്. നമ്മൾ ഗൂഗിളിൽ ആദ്യം സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ വയനാട്ടിലുള്ളതല്ല. ഇത് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡർ കുമ്മിൾ പഞ്ചായത്തിൽപ്പെട്ട തൊളിക്കുഴി എന്ന സ്ഥലത്താണ് ഉള്ളത്. അതായത് തൊളിക്കുഴിയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഉള്ളിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. അതായത് നമ്മുടെ MC റോട്ടിൽ, സ്റ്റേറ്റ് ഹൈവേ എന്നറിയപ്പെടുന്ന MC റോട്ടിൽ കിളിമാനൂരിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റോഡിൽ കുറവൻകുഴി എന്ന സ്ഥലത്തു കൂടി, അതായത് കിളിമാനൂരിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുറവൻകുഴി എന്ന സ്ഥലത്തെത്തും. അത് ഹൈവേയിൽ തന്നെ. അവിടെ നിന്ന് വലതോട്ട് തിരിഞ്ഞ് പോയാൽ 4 കിലോമീറ്റർ, കുറവൻകുഴിയിൽ നിന്ന് 4 കിലോമീറ്റർ പോകുമ്പോൾ ഈ തൊളിക്കുഴി എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്താം. അതായത് കടയ്ക്കൽ കല്ലറ റൂട്ടിലാണ് ഈ തൊളിക്കുഴി എന്ന സ്ഥലം. കുറവൻകുഴിയിൽ നിന്നും 4 കിലോമീറ്റർ. അവിടെ നിന്നും തൊളിക്കുഴിയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ മീൻമുട്ടി എന്ന വെള്ളച്ചാട്ടം ഉള്ളത്. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. നമുക്ക് ഒരിക്കൽ വന്ന് കണ്ടാൽ പിന്നെയും പിന്നെയും വരാനായിട്ട് തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ശാന്തസുന്ദരമായ ഒരു സ്ഥലത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പേരുമായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണിത്. ഇത് കർക്കിടക വാവ് ദിവസം നമ്മുടെ പൂർവികർക്ക് വേണ്ടി, മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി പ്രണാമം അർപ്പിക്കാൻ നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ വരാറുണ്ട്, ക്ഷേത്രത്തിൽ വരാറുണ്ട്. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വളരെ എളുപ്പമാണ്. നമ്മുടെ അതായത് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയങ്ങളിൽ ഈ അവസ്ഥയിൽ ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന അവസ്ഥയിലാണ് വെള്ളച്ചാട്ടം ഉള്ളത്. വർഷകാലത്താണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ശക്തമായ രീതിയിലായിരിക്കും വെള്ളം ചാടുന്നത്.
മൊത്തത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും ആ സമയത്ത് കാണാൻ. പക്ഷേ ഈ സമയങ്ങളിൽ നമുക്ക് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റും. ഈ ഇടത് ഭാഗത്ത് കാണുന്ന വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റും. വയസ്സായവർക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇറങ്ങി കുളിക്കാവുന്നതാണ്. ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല. അതുപോലെ തന്നെ ബാത്റൂമുണ്ട്. നമ്മുടെ കുളിക്കുന്നവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. പിന്നെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. വയസ്സായവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. ഇത് എൻ്റെ സ്ഥലത്തിനടുത്താണ്. പക്ഷേ ഒരു 18 കിലോമീറ്ററിനകത്ത് ദൂരമുള്ളൂ. ഞാനും ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നത്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ തോന്നും. അത്രയും ശാന്തസുന്ദരമായ, അടുത്ത വീടുകളൊന്നുമില്ല. വളരെയേറെ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ചെറുതും വലുതുമായ ഉരുളൻ പാറകൾ ധാരാളമുണ്ട്. അതേപോലെ തന്നെ മരങ്ങൾ, നല്ല വലുതും ചെറുതുമായ വലിയ മരങ്ങൾ, നമ്മൾ കാണാത്ത മരങ്ങൾ അവിടെയുണ്ട്. ഈ ജലം തന്നെ ഈ മരങ്ങളുടെ വേരുകളിലൂടെയാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ഈ ജലത്തിൽ കുളിച്ചാൽ അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ജലത്തിലാണ് കുളിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ശാസ്ത്രീയ വശം നമുക്കറിയത്തില്ല, പക്ഷെ നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ വേരുകൾ, മരത്തിൻ്റെ വേരുകളിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ വേരുകളുടെ മുകളിലൂടെ ജലം ഇങ്ങനെ ഒഴുകി വരുന്നത്. നമ്മൾ ഈ കാണുന്ന ഭാഗത്തുനിന്ന് വലത് ഭാഗത്താണ് ക്ഷേത്രമുള്ളത്. നമ്മുടെ അടുത്ത നല്ല സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ വളരെ ദൂരെ ഒരുപാട് പൈസ ചിലവാക്കിയൊക്കെയാണ് പോയി കാണുന്നതും ആസ്വദിക്കുന്നതും. നമ്മുടെ അടുത്ത സ്ഥലങ്ങൾ നമ്മൾ പരിഗണന കൊടുക്കാറില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പരിഗണന കൊടുക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങൾ വികസിക്കുകയും ഒരുപാട് ഉപയോഗങ്ങൾ ആ സ്ഥലത്തുള്ളവർക്കുണ്ടാവും, നമ്മുടെ കേരളത്തിനുണ്ടാവും, നമ്മുടെ രാജ്യത്തിനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയി സന്ദർശിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ നൽകും. അപ്പോൾ ഇതാണ്ടോ, ഇതേമാതിരി നിന്ന് നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.